എല്ലാവർക്കും ക്രെഡിറ്റ് ആൻഡ് കെയറിലേക്ക് സ്വാഗതം. എട്ട് വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ച ഒരാൾ തന്റെ സേവിങ്സ് ഒരൊറ്റ ദിവസം കൊണ്ട് തീർക്കും. അതെപ്പോഴാണെന്നറിയാമോ? അതാണ് നമ്മുടെ വെഡ്ഡിംഗ് ഡേ എന്ന് പറയുന്നത്. ജെഫേഴ്സിന്റെ 2024 റിപ്പോർട്ട് അനുസരിച്ച് തന്റെ മകളുടെ 18 വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ തുക മാതാപിതാക്കൾ കല്യാണത്തിന് വേണ്ടി ചെലവഴിക്കുന്നു, ആ ഒരൊറ്റ ദിവസം ചെലവഴിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ ഒരു ആവറേജ് കണക്ക് 37 ലക്ഷം മുതൽ 47 ലക്ഷം രൂപ വരെ എത്തുന്നു എന്നാണ് ഈ കണക്കുകളിൽ പറയുന്നത്. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കുകൾ പ്രകാരം മലയാളി ഒരു പെൺകുട്ടിക്ക് നൽകുന്ന ഗോൾഡിന്റെ കണക്ക് എന്ന് പറയുന്നത് 40 പവനാണ്. ഇതൊരു ആവറേജ് കണക്കാണ്. ഇപ്പോഴത്തെ ഒരു വില വെച്ച് കണക്ക് കൂട്ടിയാൽ ഇത് എത്രത്തോളം തുക എത്തുമെന്ന് നമുക്ക് മനസ്സിലാവും. ഞെട്ടിക്കുന്ന കണക്കാണിത്. ഇന്ന് നമ്മൾ ക്രെഡിറ്റ് ആൻഡ് കെയറിൽ സംസാരിക്കുന്നത് സാമ്പത്തിക ഭദ്രത തകർക്കുന്ന ഇത്തരം കല്യാണങ്ങളെ കുറിച്ചാണ്. നമസ്കാരം ഷിനോദ് സർ. കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഭയങ്കര ആഘോഷവും ആർഭാടവുമായി നടക്കുന്ന ഒന്നാണ്. ഒരു കല്യാണം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കുക എന്നതിനേക്കാൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ആ പറഞ്ഞ കാര്യങ്ങളിൽ ആ ജെഫ്രീസിന്റെ റിപ്പോർട്ട് എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി 18 അല്ലെങ്കിൽ നമ്മുടെ 18 വർഷത്തോളം പഠിക്കുന്നതിന് വരുന്ന ചെലവിന്റെ ഏകദേശം ഇരട്ടി തുകയാണ് കല്യാണത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, കല്യാണം എന്ന് പറയുന്ന ആഘോഷം മാത്രമല്ല, ഇത് നമ്മുടെ മൊത്തം സാമ്പത്തിക നിലയെ റീറൈറ്റ് ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടിയാണ് കല്യാണം എന്ന് പറയുന്നത്. ആ രീതിയിലേക്ക് സംഗതി മാറി. ഇപ്പം കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന സാധനം എന്താണ്? പാണ്ടി നൈറ്റ്. ഓരോ ദിവസം ഓരോന്ന് വന്നുകൊണ്ടിരിക്കുക. മെഹന്തി ഡേ, പാണ്ടി നൈറ്റ്, അങ്ങനെ ഓരോരോ പേരുകളിലാണ് വരുന്നത്. അപ്പോൾ ഒരു കല്യാണം ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടായിരിക്കും, ഇപ്പം ആർക്കും വീട്ടിൽ നിന്ന് കല്യാണം നടത്താൻ വലിയ ആഗ്രഹമൊന്നുമില്ല. അപ്പം എല്ലാവരും ഹാളിലേക്ക് പോകും. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ഉണ്ട്, ഹാള് വേണം, കാറ്ററിങ് വേണം, പിന്നെ പല പല പേരുകളിലായിട്ട് പല പല സെലിബ്രേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഈ മെഹന്തി ഡേ, ഹൽദി, അങ്ങനത്തെ കുറേ ഡേയ്സ് ഇപ്പോൾ ഉണ്ട്. ഇതുകൂടാണ്ട് ജ്വല്ലറി വേണം. പിന്നെ ഈ ഫോട്ടോഷൂട്ട് എന്ന് പറയുന്നത് പണ്ടത്തെ പോലത്തെ ഫോട്ടോഷൂട്ടൊന്നുമല്ല, പലമാതിരി ഫോട്ടോഷൂട്ട് ഉണ്ട്. ഇതുകൂടാതെ വേറൊരു സാധനം കൂടി ഉണ്ടല്ലോ, എന്താണ്? ബ്രൈഡ് ടു ബി, പിന്നെ പ്രീ വെഡിങ് ഷൂട്ട്, ഇങ്ങനെ പല പല പേരുകളിൽ, സേവ് ദ ഡേറ്റ്, പല പല പേരുകളിൽ പല പല ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ മേക്കപ്പോ, പണ്ടത്തെ മേക്കപ്പാണപ്പോ അല്ല, നല്ല ലക്ഷങ്ങൾ വില വരുന്ന മേക്കപ്പുകളാണുള്ളത്. പിന്നെ അതുകൂടാണ്ട് ഹണിമൂൺ ഡിക്ലെയർ ചെയ്യുന്ന, ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ഡിക്ലെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ അതും ഒരു കല്യാണത്തിന്റെ ചെലവിന്റെ ഭാഗം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു 50 ലക്ഷത്തിനടുത്ത് രൂപ, ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു 50 ലക്ഷത്തിനടുത്ത് രൂപ ഒരു കല്യാണത്തിന് ചിലവാകും. അപ്പോൾ നമ്മൾ ഈ കല്യാണത്തിന് സ്വാഭാവികമായിട്ട് ചിലവാക്കുന്നത് മാതാപിതാക്കളായിരിക്കുമല്ലോ. ഒരാൾ ഗൾഫിൽ അയാൾ ജോലി ചെയ്യാണ്, അയാൾ ഒരു 60,000 മുതൽ 70,000 രൂപ പണം നീക്കി വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് അയാൾക്കൊരു 7-8 വർഷം പിടിക്കും ഇത്രയും പണം കയ്യിലായി വരാൻ. ഈ പണം 8 വർഷം കൊണ്ടുണ്ടാക്കിയ പണം 8 മണിക്കൂർ കൊണ്ട് നമ്മൾ പൊടിച്ചു തീർക്കും. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഒന്നുകിൽ അയാൾ സീറോയിലേക്ക് മാറും, എന്ന് വെച്ചാൽ അയാൾ അത്രയും കാലം ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ തീർന്നു. അല്ലെങ്കിൽ പുതിയ കുറേ കടങ്ങൾ ഉണ്ടാക്കിയിട്ട് അയാൾ ആ കടങ്ങൾ വീട്ടാൻ വേണ്ടി അടുത്ത യാത്ര നടത്തേണ്ടി വരും. അല്ലെങ്കിൽ ഈ കടങ്ങളുമായിട്ട് അയാൾക്ക് മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോയി. കാരണം മകളുടെ കല്യാണം കഴിഞ്ഞ് പിന്നെ റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ കടത്തോടു കൂടിയായിരിക്കും ഇവരുടെ മുന്നോട്ടുള്ള ലൈഫ് വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്, ഒരു കല്യാണത്തിന് ശേഷം എൻ്റെ ഫിനാൻഷ്യൽ സ്ഥിതി എന്തായിരിക്കുമെന്ന ചോദ്യത്തിൽ നിന്നായിരിക്കണം നമ്മുടെ കല്യാണത്തിൻ്റെ പ്ലാനിങ്ങേ തുടങ്ങേണ്ടത്. അപ്പോൾ അതാണ് ആദ്യം നമ്മൾ ചോദിക്കേണ്ടത്. ഈ കല്യാണം നടത്തിക്കഴിഞ്ഞാൽ, എൻ്റെ മകളുടെ അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ കല്യാണം നടത്തിക്കഴിഞ്ഞാൽ അതിന് ശേഷം എൻ്റെ ഫിനാൻഷ്യൽ സ്ഥിതി എന്തായിരിക്കും? ഇനിയിപ്പോൾ എല്ലാവരുടെ കാര്യത്തിലും ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കില്ല എക്സ്പെൻസൊക്കെ എടുക്കുന്നത്. സ്വന്തം കല്യാണത്തിന് സ്വന്തമായി ചിലവെടുക്കുന്ന ആളുകളും ഉണ്ട്. അവർ ആലോചിക്കേണ്ടത് ഈ ഒരു ബേസിക് ക്വസ്റ്റ്യനാണ്. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ ഫിനാൻഷ്യൽ സ്ഥിതി? അപ്പോൾ ഈ ചോദ്യം ഒരു കല്യാണം തീരുമാനിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ വേണം. ഇന്നൊരു കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു കല്യാണ ദിവസം മാത്രമല്ല, അതിന്റെ തലേ ദിവസം സാറ് പറഞ്ഞ പോലെ ഹൽദി ഉണ്ട്, മെഹന്തി ഉണ്ട്, സംഗീത് നൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യൻ വെഡിങ് ആണ് മധുരം വെപ്പ് ഉണ്ട്, ഇങ്ങനത്തെ കുറേ ചടങ്ങുകളുണ്ട്. അപ്പോൾ ഇതൊരു സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്രഷർ കൂടിയാണോ ആളുകൾ ഇത്തരം ആഘോഷങ്ങളൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നത്? തീർച്ചയായിട്ടും. പണ്ട് കല്യാണത്തിന്റെ ചടങ്ങുകൾ എന്തൊക്കെയാന്ന് പറയട്ടെ.
പെണ്ണ് കാണാൻ പോകുന്നു, വലിയ ചിലവൊന്നുമില്ല. പിന്നെന്താ ഉണ്ടാവുക, ഒരു കല്യാണ നിശ്ചയം ഉണ്ടാവും. ആ കല്യാണ നിശ്ചയം പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചാണെങ്കിലും അതും ഒരു കുറച്ച് ആളുകൾ കൂടി ചേർന്ന ഒരു ചെറിയ പരിപാടി. പിന്നെ കല്യാണത്തിന് ചിലപ്പോൾ ഒരു തലേ ദിവസമായിട്ട് 2 ദിവസത്തെ ഒരു പരിപാടി ഉണ്ടായിരിക്കും. അത് ഇല്ലാത്തവരും കാണും. എങ്കിലും മാക്സിമം ഇതിൽ നിൽക്കും ചിലവ്. അത്രേ ചിലവ് വരുന്നുള്ളൂ. എന്നാൽ ഇന്ന് കാലം മാറി. ഇന്ന് യൂട്യൂബും ഇൻസ്റ്റാഗ്രാം, എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാം ചേർന്ന് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു വെഡ്ഡിങ് ഈസ്തറ്റിക്സ് ഉണ്ട്, ഒരു സൗന്ദര്യശാസ്ത്രമുണ്ട്. ആ സൗന്ദര്യശാസ്ത്രത്തിനനുസരിച്ചാണ് ഇന്നത്തെ കല്യാണങ്ങളൊക്കെ നടക്കുന്നത്. പുതിയ ജെൻസി ആണെങ്കിലും അല്ലെങ്കിൽ വളർന്നു വരുന്ന ചെറിയ കുട്ടികളാണെങ്കിലും ഇത് കണ്ട് വളർന്നാണ് വരുന്നത്. അവരുടെ കല്യാണ സ്വപ്നങ്ങളെല്ലാം കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, പുതിയ ജനറേഷന് എല്ലാം അക്കങ്ങളാണ്. അപ്പോൾ ഈ അക്കങ്ങൾ മാത്രമേ അവർ കാണുന്നുള്ളൂ. ഈ പണം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടൊന്നും അവർ അറിയുന്നില്ല. അപ്പോൾ അവരുടെ സ്വപ്നങ്ങളെല്ലാം ഈ ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കണ്ടുണ്ടാകുന്ന സ്വപ്നങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ആ ഒരു സങ്കല്പത്തിലേക്കാണ് നീങ്ങുന്നത്. കല്യാണത്തിന് ഇന്ന ചടങ്ങുകളൊക്കെ വേണം. ഏത് ഉള്ളവനും ഇല്ലാത്തവനും ഇത്രയും ചടങ്ങുകളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പെണ്ണ് ചെക്കൻ്റെ വീട് കാണാൻ പോകുന്നുണ്ട്. നല്ല കാര്യം കേട്ടോ. കാരണം ആ പെണ്ണ് വരും കാലങ്ങളിൽ ജീവിക്കാൻ പോകുന്ന പെൺകുട്ടി വരും കാലങ്ങളിൽ ജീവിക്കാൻ പോകുന്ന വീട് പെൺകുട്ടി കാണുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അതൊരു ചടങ്ങായിട്ടാണ് ആഘോഷിക്കുന്നത്. ഓരോ ചടങ്ങിനും എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ പെൺകുട്ടി വീട് കാണുന്നു, ആൺകുട്ടി വീട് കാണുന്നു. പിന്നെ ഇതൊക്കെ ഇപ്പോൾ പെണ്ണ് കാണൽ എന്ന് പറയുന്നത് പോലും ഒരു ചടങ്ങാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം കല്യാണം ഓൾറെഡി ഫിക്സ് ആക്കിയിട്ടുണ്ടായിരിക്കും. പിന്നെ പെണ്ണ് കാണൽ ഒരു ചടങ്ങായിട്ട് വരുന്നു, അതിനും കുറേ ആളുകൾ വരുന്നു. അപ്പോൾ ഈ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു ഇവന്റ് പരമ്പര തന്നെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ചടങ്ങുകളുടെ ഒരു പരമ്പര തന്നെയാണ് നടക്കുന്നത്. പലപ്പോഴും പണ്ട് കല്യാണത്തിന് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് കല്യാണത്തിൻ്റെ ആ ചടങ്ങ് കാണുക എന്നതാണ് ശ്രദ്ധിക്കുക. ഇന്നത്തെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നോക്കി ആരും കല്യാണം കാണുന്നുണ്ടാവില്ല. എല്ലാവരും ബാക്കിയുള്ള ഡാൻസും പാട്ടും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കല്യാണം അതവിടെ നടന്നോളൂ, അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അപ്പം പലപ്പോഴും ഇത്തരം 900 ചടങ്ങുകളും ഒക്കെ ആയിട്ട് ആർഭാടമായി നടത്തുന്ന കല്യാണങ്ങളെല്ലാം തന്നെ ബാങ്ക് ലോണുകളുടെ മുകളിലാണ് കെട്ടിപ്പടുക്കുന്നത്. എല്ലാ എക്സ്പെൻസും പലപ്പോഴും ലോണുകളിലാണ് അവർ ചെയ്യുന്നത്. ഒന്നുകിൽ പേഴ്സണൽ ലോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഗോൾഡ് ലോൺ ആയിരിക്കാം. ഈ കല്യാണത്തിൻ്റെ അന്നത്തെ ആ ഒരു ആവേശം കഴിഞ്ഞാൽ പിന്നെ ഇവൻ ഈ ലോൺ അടയ്ക്കാനാണ് കഷ്ടപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. 250 പേരെ വിളിച്ച് നടത്താവുന്ന കല്യാണത്തിന് തൊട്ടടുത്ത വീട്ടിൽ 1000-നും 2000-നും 3000-നും പരിപാടി നടത്തിയെന്നതുകൊണ്ട് നമ്മളും 1000 പേരെ കല്യാണത്തിന് വിളിക്കുന്നു. നമുക്ക് 20 പവൻ സ്വർണം കൊടുക്കാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ എങ്കിലും അടുത്ത വീട്ടിലെ കുട്ടിയെ 50 പവൻ കൊടുത്ത് കല്യാണം കഴിച്ച് അയച്ചത് കൊണ്ട് 30 പവൻ ജ്വല്ലറിക്കാരോട് കടം വാങ്ങിയിട്ട് നമ്മൾ 50 പവനാക്കിയിട്ട് കല്യാണം നടത്തുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ പ്രഷർ നമുക്കുണ്ട്. ഈ സോഷ്യൽ പ്രഷർ ഉണ്ടാക്കുന്ന ഒരു പ്രൈസ് ടാഗ് ഉണ്ട്. ഈ പ്രൈസ് ടാഗ് ആണ് പ്രൈസ് ടാഗ് കാണുമ്പോൾ നമ്മളത് പേ ചെയ്യും. പിന്നെ നമുക്ക് മനസ്സിലാകും ഈ പ്രൈസ് ടാഗിന് മാത്രം ഉള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോഴേക്കും നമ്മൾ കടക്കാരനായി കാണും. അതിന് വേറൊരു കാര്യം കൊണ്ടുണ്ട്. കേരളത്തിൻ്റെ പ്രത്യേക അവസ്ഥയുണ്ട്. പണ്ട് ഉദാഹരണത്തിന് ചക്കപ്പേട്ടൻ്റെ മോളെ കല്യാണം കഴിച്ചയക്കുന്നത്, അല്ലെങ്കിൽ ചക്കപ്പേട്ടൻ എന്ന് പറയുന്ന ഒരാളെ പേരെയും പറയുന്ന അയാളുടെ മോളെ കല്യാണം കഴിച്ചയക്കുമ്പോൾ അയാളുടെ ആ ഒരു സോഷ്യൽ ടാഗ് ജനറേറ്റ് ചെയ്യുന്നത് ചക്കപ്പേട്ടൻ 20 പവൻ കൊടുക്കാനാണ് സാധ്യത. വേറൊരാളെ കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ സുന്ദരേട്ടൻ്റെ മോളെ കല്യാണം കഴിക്കുമ്പോൾ ഒരു 40 പവനൊക്കെ കിട്ടും. എന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രൈസ് ടാഗ് ജനറേറ്റ് ആവുന്നുണ്ട്. പക്ഷേ പ്രൈസ് ടാഗിന് കുറേ കമ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്പ്രെഡ് ആയപ്പോൾ ഈ കമ്പാർട്ട്മെന്റ് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും മെർജ് ആയിപ്പോയി. എന്ന് വെച്ചാൽ 20 പവനുകാരൻ 50 പവനിൽ ലയിച്ചു. അപ്പോൾ എല്ലാവരും ഒരുവിധം യൂണിഫോമിറ്റിയാണ്. ഇവിടെ സോഷ്യലിസ്റ്റ് ആണ്, എല്ലാവരും തുല്യരാണല്ലോ. അപ്പോൾ ഈ കമ്പാർട്ട്മെന്റ് എണ്ണം കുറഞ്ഞു. നല്ല പണമുള്ള ആളുകൾ കഴിക്കുന്നത് പോട്ടെ, പക്ഷെ ബാക്കിയുള്ളതൊക്കെ മെർജ് ചെയ്തിട്ട് എല്ലാവരും എത്തിപ്പിടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും ഈ ഒരു പ്രൈസ് ടാഗ് അല്ലെങ്കിൽ സോഷ്യൽ പ്രഷർ ഉണ്ടാക്കുന്ന പ്രൈസ് ടാഗിലേക്ക് എത്തിപ്പിടിക്കാനും അത് പർച്ചേസ് ചെയ്യാനും വേണ്ടി ശ്രമിക്കുമ്പോൾ ഇല്ലാത്തവൻ്റെ കടം കൂടിക്കൂടി വരും. അപ്പോൾ ആ കടമാണ് മൊത്തത്തിൽ അവൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ജീവിതത്തെ ബാധിക്കാൻ പോകുന്നത്. നമുക്കറിയാം സ്വർണ്ണവില ഇപ്പോൾ 1 ലക്ഷത്തിന് മുകളിലാണ്. അപ്പൊ സ്വർണ്ണവില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കല്യാണത്തിന് മുന്നേ സ്വർണ്ണം ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നത് പ്രായോഗികമായിട്ടുള്ള ഒരു നീക്കമാണോ? സ്വർണം വാങ്ങി വെക്കാം, പക്ഷെ അങ്ങോട്ട് വാങ്ങി വെച്ചുവിടരുത്. എന്ന് വെച്ചാൽ എൻ്റെ മോളെ 50 പവൻ കൊടുത്ത് ഞാൻ കല്യാണം കഴിക്കും, അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ 50 പവൻ വാങ്ങി വെക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിപരമല്ല, പ്രായോഗികമല്ല. നമ്മൾ കുറച്ചൊക്കെ സ്വർണം വാങ്ങി വെക്കാം,
പക്ഷെ പരിപൂർണമായിട്ട് എല്ലാം സ്വർണ്ണത്തിൽ വാങ്ങി വെക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, പണിക്കൂലി എന്ന ഇനത്തിൽ നമ്മൾ 12 മുതൽ 15% വരെ പണം കൊടുക്കുന്നുണ്ട്. കല്യാണ സമയമാകുമ്പോൾ മോൾക്ക് പലപ്പോഴും അത് മോഡൽ പറ്റൂല, അല്ലെങ്കിൽ സ്റ്റൈല് മതിയാവില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ആ സ്വർണം പോയിട്ട് മാറ്റണം. അപ്പോൾ നമ്മൾ എന്ത് പ്രോഫിറ്റാണോ ലക്ഷ്യം വെച്ചത്, ആ പ്രോഫിറ്റ് ഈ പണിക്കൂലി ഇനത്തിൽ അങ്ങോട്ട് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പിന്നെ ഇത്രയും സ്വർണം സൂക്ഷിക്കണമല്ലോ, അപ്പോൾ നമ്മൾ ലോക്കർ ചാർജ് കൊടുക്കണം. അപ്പോൾ ആ ലോക്കർ ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ വീട്ടിൽ വയ്ക്കുകയെന്ന് വെച്ചാൽ കള്ളന്മാർ കൊണ്ടുപോകുന്നുള്ള റിസ്ക് ഉണ്ട്. അപ്പോൾ ഇത്തരം സാധനങ്ങളുണ്ട്. അപ്പം ഫിസിക്കൽ സ്വർണം നമ്മൾ ഒരു വലിയ അളവിൽ വാങ്ങി വെക്കുന്നത്, അല്ലെങ്കിൽ കല്യാണത്തിന് വേണ്ടി വാങ്ങി വെക്കുന്നത് അത്ര ബുദ്ധിയല്ല. നമുക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റൽ ഗോൾഡിലൊക്കെ നിക്ഷേപിക്കാം. എന്നാൽ എല്ലാം ഗോൾഡിൽ നിക്ഷേപിക്കുന്നതും അത്ര നല്ലതല്ല. ഇപ്പം നമ്മളൊരു PF കണക്കൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, PF ഇന്ന് പണം പിൻവലിക്കുന്നവരുടെ ഒരു ശരാശരി എടുക്കുക, എന്തിനാണ് പിൻവലിക്കുന്നതെന്ന് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ, കുറേ ആളുകൾ, ഭൂരിഭാഗം പേരും മക്കളുടെ കല്യാണത്തിനാണ് PF എന്നുള്ള പണം പിൻവലിക്കുന്നത്. വാസ്തവത്തിൽ ഈ മക്കളുടെ കല്യാണത്തിനുള്ള പൈസയാണോ ഈ PF പണം? അല്ല. അയാൾക്ക് റിട്ടയർ ആയി കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ശമ്പളമാണ് PF പണം. അയാളുടെ ശമ്പളം എടുത്തിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ മാരേജ് നടത്തുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് നടക്കുന്നറിയോ, ഇവരുടെ ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടല്ലോ, അത് കൂടും. എല്ലാ കാര്യത്തിനും മക്കളെടുത്ത് ചെന്നിട്ട് ഓരോ ആവശ്യത്തിനും മക്കളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. അവരവരുടെ പരിപൂർണമായ സംഗതി എടുത്തിട്ടാണ് അവർ ഈ കല്യാണമൊക്കെ നടത്തുന്നത്. മക്കളെ പഠിപ്പിച്ചു, മക്കൾക്ക് വീട് വേണം, പലപ്പോഴും വീടുണ്ടാക്കുന്ന കാര്യത്തിലും കല്യാണത്തിനും എല്ലാ കാര്യത്തിലും ഇവൻ്റെ കയ്യിലുള്ള എല്ലാ പണവും ചിലവാക്കി കഴിഞ്ഞിട്ട് ഇവൻ സീറോയിൽ നിൽക്കുകയാണ്. സീറോയിലല്ല, ചിലപ്പോൾ കടത്തിലുമായിരിക്കും. പിന്നെ തീർച്ചയായിട്ടും വാർദ്ധക്യത്തിലേക്ക് നീങ്ങുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ വരും. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോഴും എന്താ നടക്കുന്നത്, എല്ലാ കാര്യത്തിനും ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി വരും. അതേ സമയത്ത് ഇവിടെ കല്യാണം കഴിഞ്ഞ മകൻ പതുക്കെ ജീവിതത്തിൽ, മകനോ അല്ലെങ്കിൽ മകളാണെങ്കിലും പതുക്കെ അവരുടേതായ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവർക്ക് അവിടെ ഇതേ പ്രാരാബ്ദങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അവരുടെ മക്കളുടെ പഠനം, അവരുടെ മക്കളുടെ കല്യാണത്തിനുള്ള പ്ലാനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കാര്യമായിട്ട് അവരുടെ മാതാപിതാക്കളെ ശ്രദ്ധിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഒരു വലിയ മാനസിക സമ്മർദ്ദത്തിലേക്കാണ് ഇത് വയസ്സുകാലത്ത് ആളുകളെ നയിക്കുന്നത്. ഇതിനൊക്കെ തുടക്കം എവിടുന്നാണ്? ആ പ്ലാനിങ് ഇല്ലാത്ത കല്യാണത്തിൽ നിന്നാണ്. ആ കല്യാണത്തിൻ്റെ ഒരു ദിവസത്തെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ പൊട്ടിച്ചു കളഞ്ഞ ആ പണമാണ് നമ്മൾ ഈ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക്, കല്യാണത്തിന് മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും കല്യാണത്തിന് ഞാൻ ഇത്ര ചിലവാക്കി കഴിഞ്ഞാൽ പിന്നെയുള്ള എൻ്റെ ജീവിതം എന്തായിരിക്കുമെന്ന ഒരു ചിന്ത മനസ്സിലേക്ക് വേണം. പലരും മക്കളുടെ കല്യാണമൊക്കെ നടത്താൻ വേണ്ടി പെൻഷൻ ഫണ്ടും PF ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ മക്കളോട് പറയും, കല്യാണം ആർഭാടമായി നടത്തണം, എനിക്ക് ഇത്ര പേരെ വിളിക്കണം. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണം നടത്തിയത് അങ്ങനെയാണ്. നീ ഇതിനെക്കുറിച്ച് ഒന്നും അറിയണ്ടെന്ന് പറഞ്ഞിട്ട് PF ഒക്കെ പൊട്ടിച്ചിട്ടാണ് അച്ഛൻ വലിയ ആർഭാടമായിട്ട് കല്യാണം നടത്തിയത്. അപ്പൊ മക്കളെ സംബന്ധിച്ച് അതൊരു വലിയ ബാധ്യതയല്ല, പക്ഷെ അച്ഛനെ സംബന്ധിച്ച് അതൊരു വലിയ അഭിമാനത്തിന്റെ ഒരു പ്രശ്നം കൂടിയായിരുന്നു ആ കല്യാണം. ഇങ്ങനെ മാതാപിതാക്കൾ ചെയ്യുമ്പം അത് അവരുടെ വാർദ്ധക്യ കാലത്ത് ഉണ്ടാക്കുന്ന ആഘാതം എത്രത്തോളമാണ്? ഇതൊക്കെ ഒരു കോൺഫിഡൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, PF പണം എടുത്തിട്ടാണ് ആളുകൾ കൂടുതൽ കല്യാണം നടത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കണക്ക് നോക്ക്. 50 വയസ്സിൽ ഇരിക്കുന്ന ഒരാൾ, അയാൾ മകൻ്റെ കല്യാണത്തിന് അല്ലെങ്കിൽ മകളുടെ കല്യാണത്തിന് 10 ലക്ഷം രൂപ PF എടുക്കുന്നു. PF എടുത്തു കഴിഞ്ഞാൽ ആ പണം അവിടുന്ന് എടുത്തു കഴിഞ്ഞു. സപ്പോസ് ആ പണം എടുത്തിട്ടില്ലെങ്കിലോ, 10 ലക്ഷം അവിടെ കിടന്നിട്ട് ഇയാൾ റിട്ടയർ ആവുന്ന 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ആകുമ്പോൾ 8% നോക്കുകയാണെങ്കിൽ ഏകദേശം അതൊരു 20-22 ലക്ഷം രൂപ ആയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ആർഭാടത്തിന് വേണ്ടി ഇയാൾ ഈ 10 ലക്ഷം ചെലവാക്കുന്നു. അതോടുകൂടി എന്ത് സംഭവിക്കുന്നു, ഇയാൾക്ക് വയസ്സുകാലത്ത് ജീവിക്കാനുള്ള 20-22 ലക്ഷം അപ്പുറത്തും നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ 10 ലക്ഷം മാത്രമല്ല നഷ്ടപ്പെടുന്നത്, ഇതിന് ഗ്രോത്ത് കൂടി നഷ്ടപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഒരു ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസിയിലേക്ക് അവനെ നയിക്കുന്നത്. ഇപ്പം PF ഉള്ളവരുടെ കാര്യത്തിൽ PF, പക്ഷേ ഗൾഫുകാരുടെ കാര്യത്തിലോ, ഗൾഫുകാർക്ക് ഇങ്ങനെയുള്ള പെൻഷനൊന്നുമില്ല. അവൻ്റെ റിട്ടയർമെൻറ്റ് കോർപ്പസ് അവൻ പ്ലാൻ ചെയ്ത് വെച്ചേ പറ്റൂ. ഓരോരുത്തർക്കും ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ നിർബന്ധമായിട്ടും വേണം. ആ റിട്ടയർമെൻറ്റ് പ്ലാൻ നമ്മൾ ഒരിക്കലും നമ്മുടെ കല്യാണത്തിനുള്ള അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കല്യാണത്തിനുള്ള ഒരു ബഡ്ജറ്റാക്കി മാറ്റാൻ അനുവദിക്കരുത്. അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ആർഭാടമായിട്ട് കല്യാണം നടത്താൻ ഒരു അമ്മയോ അച്ഛനോ തയ്യാറാവുന്നത് ഒരു പ്രതീക്ഷയിലാണ്. വയസ്സുകാലത്ത് മക്കളൊക്കെ നോക്കുന്നുള്ളൂ. പക്ഷേ ഈ കൾച്ചർ നമുക്കേ ഉള്ളൂ. നമ്മളാണ് പ്രതീക്ഷിക്കുന്നത്
കുട്ടിക്കാലത്ത് നമ്മുടെ മക്കളെ നമ്മൾ നോക്കി, വയസ്സുകാലത്ത് നമ്മുടെ മക്കളെ നമ്മൾ നോക്കും. പക്ഷേ നമ്മൾ ആ ഒരു പ്രതീക്ഷ നിൽക്കുമ്പോൾ ഇതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് പിന്നെ നടക്കുന്നത്. കാരണം അവരുടെ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആരിലുണ്ടായിരിക്കില്ല, പേരൻസിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ സെക്കൻഡ് പ്രയോറിറ്റി ആവുമ്പോൾ പതുക്കെ അത് അവഗണനയിലേക്ക് നീങ്ങുകയും കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് മാറുകയും ചെയ്യും. ഇതിനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. നമ്മുടെ റിട്ടയർമെൻറ്റ് പ്ലാൻ എപ്പോഴും കറക്റ്റായിട്ട് ചെയ്യാം. ആ റിട്ടയർമെൻറ്റ് പ്ലാനിൽ നമ്മൾ വല്ലാണ്ട് തൊട്ട് കളിക്കരുത്. അത് ആരുടെ കല്യാണമാണെങ്കിലും എന്ത് കല്യാണമാണെങ്കിലും എന്ത് ആർഭാടമാണെങ്കിലും. അല്ലാതെ മകനെ നീ ഒന്നും നോക്കണ്ട എന്ന് പറയുന്ന ആ രീതി, അല്ലെങ്കിൽ മകളെ നീ ഒന്നും നോക്കണ്ട എന്ന് പറയുന്ന രീതി അത്ര നല്ല രീതിയല്ല. വ്യക്തമായ ഒരു പ്ലാനിങ് വേണം. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ഈ കല്യാണം കൊണ്ടുണ്ടാവുന്ന സാമ്പത്തിക ബാധ്യതയെ കുറിച്ചും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെയാണ്. അപ്പൊ ഇതിനൊരു പരിഹാര മാർഗങ്ങൾ എന്തെങ്കിലും ഷിനോദ് സാറിന് നിർദ്ദേശിക്കാനുണ്ടോ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, കല്യാണം കഴിക്കാൻ പോകുന്ന ആളോ ആ പയ്യനോ അല്ലെങ്കിൽ ആ മോളോ, കല്യാണം കഴിക്കാൻ പോകുന്ന ഇവരുടെ മാതാപിതാക്കളോ, ഇവർക്ക് ഇപ്പോൾ മാതാപിതാക്കളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തുണ്ട്, തീർച്ചയായിട്ടും ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ കാണും. ഈ റിട്ടയർമെൻറ്റ് പ്ലാനിനെ പോലെ തന്നെ ഒരു മക്കളുടെ മാരേജിന് ഒരു പ്ലാൻ വേണം. രണ്ടും കൂടി മിക്സ് ആക്കരുത്. ഇപ്പം പലരും ചെയ്യുന്നത് എന്താ വെച്ചാൽ രണ്ടും കൂടി മിക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. PF ആണ് മകളുടെ കല്യാണത്തിനുള്ള പൈസ എന്നാണ് ചിന്തിക്കുന്നത്. അതിന് പകരമായിട്ട് മക്കളുടെ കല്യാണത്തിന് ഒരു പ്ലാനിങ് വേണം. ആ പ്ലാനിങ് എന്തായിരിക്കണം? അതിൽ നമുക്ക് ഗോൾഡ് വേണം, മ്യൂച്വൽ ഫണ്ട് വേണം, കടപത്രങ്ങൾ വേണം, എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഗോൾഡ് തന്നെ എന്ത് ചെയ്യണം, ഡിജിറ്റൽ ഗോൾഡ് വേണം, എല്ലാം കൂടി ഫിസിക്കൽ ഗോൾഡ് ഇടരുത്. അപ്പോൾ അങ്ങനെ വ്യക്തമായൊരു പ്ലാനിങ്ങോട് കൂടി നമ്മൾ കല്യാണത്തിന് കുറച്ച് തുക മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് നമുക്ക് 10,000 രൂപയാണ് ഒരു മാസം നമ്മുടെ കയ്യിൽ ചിലവൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ളതെങ്കിൽ ഒരു 7,000 രൂപ നമ്മൾ നമ്മുടെ റിട്ടയർമെൻറ്റ് പ്ലാനിൽ മാറ്റി വെച്ചാൽ ഒരു 3,000 രൂപ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം കാര്യങ്ങൾക്ക്, ഏത് ഈ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ വിവാഹ ആവശ്യത്തിന് മറ്റും മാറ്റിവെക്കാം. ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ആൺകുട്ടിയോ പെൺകുട്ടിയോ 24-ാം വയസ്സിലോ 25-ാം വയസ്സിലോ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവനൊരു ഐഡിയ ഉണ്ടായില്ലോ എനിക്കൊരു 5 വർഷം കഴിഞ്ഞ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ ശമ്പളത്തിലൊരു ഭാഗം മാറ്റിവെക്കണം. ഇന്നത്തെ തലമുറയിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അവനിതിനെക്കുറിച്ച് ബോധവാനല്ല. കല്യാണം ആകുമ്പോഴല്ല അപ്പം നോക്കാം. എന്നാൽ അപ്പം നോക്കുമ്പോൾ 5 പൈസ കയ്യിലില്ലാത്തവന് ആ രീതിയിൽ കല്യാണം കഴിച്ചാൽ പോരാ. അവൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പോലെ കല്യാണം കഴിക്കണം. ആ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി തന്നെ പോവുകയാണെങ്കിൽ അവൻ ആ കല്യാണം അതുപോലെ നടത്താം. നമ്മൾ ഈ ആഘോഷങ്ങളോ അല്ലെങ്കിൽ ഈ കാണുന്ന ചടങ്ങുകളോ വേണ്ട എന്നല്ല പറയുന്നത്. നമ്മളെ കൊക്കിൽ ഒതുങ്ങുന്ന സാധനം കൊത്തണം, അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച കാര്യം ചെയ്യണമെന്നേ പറയുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഉദാഹരണത്തിന് ക്രിസ്ത്യൻ്റെ കല്യാണം ഈ ഇൻസ്റ്റാഗ്രാം വൈബിൽ നടത്തണം, അല്ലെങ്കിൽ അതിൻ്റെ ഈസ്തറ്റിക്സിൽ നടത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ക്രിസ്ത്യനെ കുറച്ച് പണം ക്രിസ്ത്യയുടെ കയ്യിലും കൂടി വേണം. മാതാപിതാക്കളും എന്ത് ചെയ്യണം, കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്ത് കുറച്ച് പണം കയ്യിൽ വെക്കണം. അല്ലാതെ വയസ്സുകാലത്ത് ഉപയോഗിക്കാനുള്ള പണം എടുത്തിട്ട് എന്ത് ചെയ്യരുത്, ഇത്തരം ആർഭാടങ്ങൾക്ക് ഉപയോഗിക്കരുത്. വേറെ രീതി പറയുകയാണെങ്കിൽ, ഒരു കല്യാണത്തിന് പ്ലാനിങ് ഉണ്ടോ അതുപോലെ ആ കല്യാണത്തിനൊരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങും വേണം. പലപ്പോഴും പെണ്ണ് കാണാൻ നടക്കും, പിന്നെ ഹാള് ബുക്ക് ചെയ്യും, ഇതൊക്കെ ബുക്ക് ചെയ്യുമ്പോഴും ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്ന മണിയെക്കുറിച്ച് വല്ലാത്ത വറീഡാവില്ല. കാരണം അത് സെക്കൻഡറി. അവരെല്ലാവരും ആ വൈബിലാണ്. അത് കല്യാണം ഉറപ്പിച്ചു എന്നുള്ള ഒറ്റ വൈബിലാണ്. പണം അതെങ്ങനെയും വന്നോളും, തീർച്ചയായിട്ടും എങ്ങനെയും വന്നോളും, കല്യാണം എങ്ങനെയും നടന്നോളും. പക്ഷേ ഈ കല്യാണത്തിന് വന്ന 1000-ഓ 2000-ഓ ആളുകൾ വന്ന് ഭക്ഷണം കഴിച്ചു പോയ ഇവരൊന്നും ഈ കടബാധ്യത ഏറ്റെടുക്കില്ല. ഈ കടബാധ്യത ആര് തന്നെ ചെയ്യണം? ഇവർ തന്നെ ചെയ്യണം. കടം വാങ്ങിയ ആളുകൾ തന്നെ കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാരേജ് പ്ലാനിങ് ഉണ്ടെങ്കിൽ അതിനൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് വേണം. അതുപോലെ തന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരു പ്ലാനിങ് വേണം. കല്യാണം കഴിക്കാനായ മക്കൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്കും ഒരു പ്ലാനിങ് വേണം. പിന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ നെറ്റ്വർത്തിൻ്റെ 10 മുതൽ 15% കല്യാണത്തിന് ഉപയോഗിക്കരുത്. നമ്മുടെ വരുമാനത്തിൽ, നമ്മുടെ കയ്യിലുള്ള അസറ്റിൻ്റെ 10 മുതൽ 15% നമ്മൾ കല്യാണത്തിന് ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതല്ല. പിന്നെ എല്ലാതും കൊണ്ടുപോയിട്ട് ഉദാഹരണത്തിന് 50 പവൻ മകൾക്ക് കൊടുക്കുകയാണെന്ന് കരുതിക്കോ. ഈ 50 പവൻ മകൾക്ക് കൊടുക്കുമ്പോൾ ഒരു 15 പവൻ സ്വർണ്ണമായിട്ട് കൊടുത്തിട്ട് ബാക്കി 35 വേറെ ഏതെങ്കിലും അസറ്റ് ഫോമിൽ കൊടുത്താൽ മതി. നമ്മൾ ഈ സ്വർണ്ണമായിട്ട് തന്നെ കൊടുക്കണ്ട. കാരണം അതാണ് ആ കുട്ടിക്ക് ഭാവിയിൽ ഉപയോഗപ്പെടും. ഈ 15 പവൻ കൊടുത്തിട്ട് കുട്ടിക്ക് കുറേ സ്വർണം വേണമെങ്കിൽ ഇന്ന് പലപ്പോഴും അറിയാം, കല്യാണത്തിന് പലരും ശരിയായ സ്വർണ്ണം ഒന്നല്ല ധരിക്കുന്നത്. അത്തരം സ്വർണ്ണങ്ങൾ ധരിച്ചാൽ മതി. കാരണം ഈ ഒരു കാഴ്ചയാണല്ലോ വലുത്. ആ കാഴ്ചയ്ക്ക് വേണ്ട ആഭരണങ്ങൾ ഇന്ന് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അത്തരം ആഭരണങ്ങൾ ധരിച്ചാൽ മതി. ഈ സ്വർണം കൊടുക്കണമെന്ന് വലിയ വാശിയൊന്നുമില്ല. ഈ 40 പവൻ സ്വർണം ആവറേജ് എന്ന് പറഞ്ഞല്ലോ ഗോൾഡ് കൗൺസിൽ. ഈ 40 പവൻ സ്വർണം എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ടാണ്. ഏകദേശം ഒരു 50 ലക്ഷത്തിൻ്റെ അടുത്തായി.
അപ്പോൾ അതിൽ എത്ര പണിക്കൂലി പോവും? അപ്പൊ അതിന് പകരം ഈ ഒരു 15 ലക്ഷത്തിന്റെ സ്വർണം വാങ്ങി ബാക്കി ഒരു മ്യൂച്വൽ ഫണ്ടായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും ബെനിഫിറ്റ് ആർക്ക് കിട്ടും? ആ കുട്ടിക്ക് കിട്ടും. തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടിന് മാർക്കറ്റ് റിസ്ക് ഉണ്ട്. ഡീറ്റെയിൽ ഗോൾഡ് വാങ്ങി കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും ETF ഇട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മളെ മക്കൾ തന്നെയാണ്. അവരെ നമ്മൾ നോക്കണം, അവരെ കല്യാണം കഴിക്കാൻ നമുക്ക് ആവുന്നതെല്ലാം ചെയ്യണം. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ മുകേഷ് അംബാനിക്ക് മോൻ്റെ കല്യാണം എങ്ങനെ വേണമെങ്കിൽ നടത്താം, കാരണം അയാളുടെ കയ്യിൽ പൈസയുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ റിട്ടയർമെൻറ്റ് കോർപ്പസ് ഇപ്പോൾ ഉള്ള പൈസയാണെങ്കിൽ അതിൻ്റെ ഒരു 25% നമ്മുടെ ഒരു ആൺകുട്ടിയുടെ കല്യാണത്തിന് കൊടുത്താൽ മതി. അപ്പോൾ അവരോട് കൃത്യമായിട്ട് പറയണം, ഞാൻ നിൻ്റെ കല്യാണത്തിന് വരുന്ന നേരത്തെ പറഞ്ഞു കല്യാണത്തിന് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് വേണമെന്ന്. അപ്പോൾ അവർ ആ പ്ലാനിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പറയണം അവനോട്, ഇതിൽ എത്ര പൈസ ഞാൻ തരും, ബാക്കി പൈസ എന്ത് ചെയ്യണം, കുറച്ച് പൈസ മകനും ഉണ്ടാക്കണം. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ പേഴ്സണൽ ലോണൊക്കെ വേണ്ടി വരും, കാരണം പരിപൂർണമായിട്ട് പൈസ എത്തില്ല. അപ്പോൾ അതും എന്ത് ചെയ്യും, ആരടയ്ക്കും എന്ന കാര്യത്തിലൊക്കെ ഒരു ധാരണയിലായിട്ട് വേണം കല്യാണം നടത്താൻ. ഇനിയിപ്പോൾ 2 ആൺകുട്ടികളുണ്ടെങ്കിലോ നമ്മൾ 20% കൊടുത്താൽ മതി. 20% പൈസ ഞാൻ തരാം, ബാക്കി പൈസ നീ നോക്കണം എന്ന് പറയണം. പെൺകുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും സ്വർണം വരുന്നതുകൊണ്ട് നമുക്കൊരു 40% പൈസയെങ്കിലും നമ്മുടെ കരുതൽ ധനത്തിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും. 2 പെൺകുട്ടികളുണ്ടെങ്കിൽ 30% മുതൽ 30%, അല്ലെങ്കിൽ 25 മുതൽ 25% കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ അത്രയേ കൊടുക്കാൻ പറ്റൂ, ബാക്കി അവരും ഉണ്ടാക്കട്ടെ. ഉദാഹരണത്തിന് ജോലി കിട്ടിയ ഒരു പയ്യൻ ഐഫോണും ബൈക്കും ഒക്കെ വാങ്ങി നടക്കുന്ന, അവൻ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കുറച്ച് പൈസ കല്യാണത്തിന് മാറ്റി വെക്കട്ടെ. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. ഇതെല്ലാം കൂടി ചേർന്നിട്ട് അതൊക്കെ ഈ ആർഭാടത്തിൽ നടത്തുന്നവർക്കുള്ള ചോദ്യമാണ് കേട്ടോ. ലളിതമായിട്ട് നടത്താൻ പറ്റുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ചിലവ് കുറഞ്ഞിട്ട് കല്യാണം നടത്താനും മാർഗമുണ്ട്. കല്യാണം എന്ന് പറയുന്ന ചടങ്ങിന് വലിയ ചിലവൊന്നുമില്ല. ഈ ചിലവ് കംപ്ലീറ്റ് വരുന്നത് എന്താണ്, നേരത്തെ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഇസ്തറ്റിക്സിന്റെ പുറത്താണ് ഈ ചിലവ് കംപ്ലീറ്റ് വരുന്നത്. അപ്പോൾ അത് എങ്ങനെ നടക്കണം എന്നത് നമ്മുടെ ചോയ്സാണ്. അപ്പം ആ നടക്കുന്ന സമയത്ത് വ്യക്തമായൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് വേണം. ഇമോഷൻ്റെ പുറത്ത് ആളുകളെ കാണിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ സോഷ്യൽ പ്രഷർ ടാഗ് വില കൊടുത്ത് വാങ്ങുമ്പോൾ, ആ വില കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിന് അത്ര വലിയ പത്രാസമൊന്നും ഇല്ലെന്നും നമ്മുടെ കയ്യിലുള്ള പൈസയാണ് പോയിരിക്കുന്നതും ഈ കടം വീട്ടാൻ വേണ്ടി ഇനി ബാക്കിയുള്ള ജീവിതം കൂടി ഞാൻ എന്ത് ചെയ്യണം, കഷ്ടപ്പെടേണ്ടി വരുമെന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പോൾ ഈ ഒരു നോളജിൻ്റെ പുറത്ത് നിന്നാൽ കാര്യം നടക്കും. അപ്പോൾ ആർഭാടമായ കല്യാണം പറ്റുന്നവർ ചെയ്യട്ടെ, നമുക്ക് നമ്മുടേതായ രീതിയിൽ കല്യാണം നടത്താം. ഷിനോദ് സാറ് പറഞ്ഞതുപോലെ 8 വർഷത്തെ പ്രവാസ ജീവിതം ഒരൊറ്റ ദിവസത്തെ കല്യാണത്തിന് വേണ്ടി നമ്മൾ ഹോമിച്ച് കളയരുത്. നമുക്ക് ആഘോഷമാകാം, പക്ഷെ ആർഭാടം വേണ്ട. കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നടത്തുകയാണെങ്കിൽ കല്യാണം നമുക്ക് നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാൻ വേണ്ടി പറ്റും. സ്വർണം തന്നെ ഒരു മക്കൾക്ക് ഗിഫ്റ്റായി കൊടുക്കണമെന്നില്ല, മറിച്ച് മറ്റ് നല്ല നിക്ഷേപ മാർഗങ്ങൾ തിരഞ്ഞെടുത്ത് സമ്മാനമായി നൽകിയാൽ നമുക്ക് ഈ കടക്കണയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.